പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിലെ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ കടുവ കെണിയിൽ വീണ വിവരത്തിലേക്കാണ്. ദിവസങ്ങളായി വളർത്തു മൃഗങ്ങളെ കൊന്നുതിന്ന കടുവ കൂട്ടിലായതോടെ പ്രദേശവാസികളൊക്കെ ഇപ്പോൾ ആശ്വാസത്തിലാണ്. സ്വകാര്യ ഫാമിലെ ആടിനെ ഇന്നലെ കടുവ കടിച്ചു തിന്നിരുന്നു. സി കെ അഭിലാൽ ആ പ്രദേശത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിലാൽ, ഇപ്പോൾ നാട്ടുകാർക്ക് വലിയ ആശ്വാസമുണ്ട്. എന്താണ് അവിടെയുള്ളവർ പറയുന്നത്? കൂട്ടിൽ വീണ കടുവയെ സ്ഥലത്തു നിന്ന് നീക്കാൻ വേണ്ടിയുള്ള ശ്രമമാണുള്ളത്. കൂട് ടാർപോളിൻ ഉപയോഗിക്കുകയാണ്. വന്യജീവിക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള എത്തിക്കും ശേഷം വലിച്ചുകൊണ്ടാണ് പോകേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ദർശകങ്ങൾ കാണുന്ന ഇടത്തു നിന്നും ഏറെക്കുറെ 1/2 കിലോമീറ്റർ ദൂരമുണ്ട് വാഹനം എത്തുന്ന ഇടത്തേക്ക് എത്താൻ. അതിനുശേഷം പ്രത്യേക വാഹനത്തിൽ കയറ്റി വനം വകുപ്പിന്റെ റേഞ്ച് ഓഫീസ് വടശ്ശേരിക്കര അവിടേക്ക് എത്തിച്ച ശേഷം നിരീക്ഷണം നടത്തും. ഏതാനും മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി മെച്ചമാകുന്നു എന്ന് ആയിരിക്കും ഇതിനെ വനമേഖലയിലേക്ക് തുറന്നു വിടുക. റേഞ്ച് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കും. ഞങ്ങൾ ആദ്യമേ ഇതിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശാനുസരണം ഞങ്ങൾ കാര്യങ്ങൾ അത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ് ഇതിന്റെ ഹെൽത്ത് കണ്ടീഷൻ നോക്കണം. ഞങ്ങളുടെ ടീം ഓഫ് വെറ്റിനറി ഓഫീസേഴ്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് തന്നെ ഒരു ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളുള്ള തയ്യാറെടുപ്പാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 54 ഫോറസ്റ്റ് ഒഫീഷ്യൽസ് തന്നെ ഇവിടെ നമുക്കുണ്ട്. പിന്നെ നാട്ടുകാരുടെ നല്ലൊരു സഹകരണമുണ്ട്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമം. അല്ല, അതൊക്കെ ഞങ്ങൾ കൂട്ടിനകത്ത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ അത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിന് നല്ല ലൈറ്റുള്ള ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളതെല്ലാം മറിച്ച് ഞങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇതൊന്ന് കിട്ടും. അല്ല, കടുവ ഇത് തന്നെയാണ്. ഓക്കെ, ശരിയാണ്. പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് രാവിലത്തെ ദൗത്യം വിജയിച്ചതോടുകൂടി. എന്തായാലും വന്യജീവികൾ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിച്ച സ്ഥിതി ഉണ്ടായിരുന്നു. രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞങ്ങൾ വലകൂരി വന്നതാണ്. നിങ്ങളുടെ ദുരിതങ്ങളൊക്കെ നാട്ടുകാർക്കും അറിയാവുന്നതാണ്. നാടിന് വളരെ ആശ്വാസം. 2 മാസമായി നമ്മൾ വിറച്ച് നടക്കുകയായിരുന്നു. പുറത്തേക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഏതായാലും കൂട്ടിൽ കടുവ വീണിരിക്കുന്നു. വളരെയധികം ആശ്വാസം. ഇന്നലെ പകലും ഇറങ്ങി 11:30 പിടിച്ചോണ്ട് പോയി. ഇന്നലെ 11:30 പിടിച്ച ആടിനെയാണ് നമ്മളിപ്പോൾ കൂട്ടി വെച്ചിരുന്നത്. രാത്രി ഏതായാലും കടുവ കൂട്ടിൽ കയറി. വളരെയധികം ആശ്വാസം. ഈ കടുവ മാത്രമല്ലല്ലോ, കടുവ ആന ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ 6-7 ആനകളാണ് വരുന്നത്. ഇന്നലെ വൈകിട്ടും 6 ഒളികളിൽ നിന്ന് ഇക്കരോട്ട് ആന കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിത് അറിഞ്ഞത് ഉദ്ദേശിച്ച സമയത്തായിരുന്നു. ഇതിപ്പോൾ ഇന്ന് രാവിലെ 7 മണി ശേഷം രാവിലെ അറിഞ്ഞത്. ഇന്നലെയും എത്തി ഒരു 2 മാസം നീണ്ടു നിന്ന ശ്രമങ്ങളാണ് വിജയിച്ചത്. ആദ്യഘട്ടത്തിലെ ശ്രമത്തിൽ കൂട് വെച്ചിട്ടും പരാജയപ്പെടുമായിരുന്നു. ഏതായാലും ഇന്നലത്തെ ശ്രമം ഒറ്റ രാത്രി കൊണ്ട് വിജയിച്ചു. ആശ്വാസകരമാണ് പ്രദേശവാസികൾക്ക്. കാരണം കടുവ മറ്റ് ആനയെ പോലെയല്ല കടുവ എന്നുള്ളത്. അതിനാൽ തന്നെ ഭീതിജനകമായ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ചേട്ടാ, പേടിയൊക്കെ മാറിയോ? പേടി മാറിയോ? ആർക്ക്? നാട്ടുകാർക്ക്. വന്യജീവി നാട്ടിലോട്ട് ഇറങ്ങുന്നതിനെ തുടർന്നുള്ള പേടി മാറിയോ എന്നാണ് ചോദിച്ചത്. ബിനോജേ, പേടി മാറിയോ? പേടി മാറിയോ സാറേ? നിരന്തരം ഇതിനു മുമ്പ് പലതവണ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലെ, വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട്? ഉണ്ട് സാറേ, സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. പക്ഷെ കടുവ ആരെയും അങ്ങനെ ഉപദ്രവിക്കുന്നില്ലാത്തത് കൊണ്ട് നമുക്കൊരു ആശ്വാസമുണ്ട്. കുട്ടി കയറിയതുകൊണ്ടല്ലേ? അതെ സാറേ. ഫോറസ്റ്റുകാരെ വിളിച്ച് അന്നേരം തന്നെ അവർ വരുമായിരുന്നല്ലോ. അതുപോലെ നാട്ടുകാരും എല്ലാം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ സാർ. നമുക്ക് ചേട്ടന്റെ ആയിരുന്നോ ഈ ഫാം? 2 മിനിറ്റ് വരാം. ഇപ്പം വരാം, ഒന്ന് കഴിഞ്ഞിട്ട് വരാം. ഭയങ്കര ആശ്വാസമായി. 2 വർഷമായിട്ട് ചേട്ടനറിയില്ല. നേരത്തെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഓൾറെഡി കടുവ പിടിച്ചിരുന്നത്. ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പം ആ സമയത്ത് എന്നെ വിളിക്കുന്നത് ഇവിടുന്ന് ഫാമിൽ നിന്ന്. ഇപ്പോഴത്തെ നമ്മൾ വന്നപ്പോഴത്തേനെ ഒരാടിനെ പിടിച്ചോണ്ട് പോയി. പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മളെ ഫോറസ്റ്റുകാരെ വിളിച്ച് പെട്ടെന്ന് ഓൾറെഡി ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. ആ കൂടിനകത്ത് ബാക്കി ഭാഗങ്ങൾ വെച്ചു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് കയറിയത്. ഇന്നലെ 6 ആനകൾ ഇവിടെ കിടന്ന് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തായിരുന്നു. ഇതുപോലെ പ്രശ്നങ്ങളാണ്. ഇത് മാത്രമല്ല, ഇവരെ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം വേറെ എല്ലാം ഉണ്ടോന്നുള്ളത്.
ഇത് അമ്മ എന്ത് അറിയില്ല, എന്തെങ്കിലും പ്രശ്നം കാണുമല്ലോ, ഇത് ഇങ്ങനെ ഇവിടെ വിട്ടുമാറാൻ നിൽക്കുന്നത്. എന്തായാലും ഭയങ്കര ആശ്വാസമായി ഞങ്ങൾക്കല്ല, നാട്ടുകാർക്കല്ല. ഗ്രാമപഞ്ചായത്ത് പ്രതിനിധിയാണ് സംസാരിച്ചത്. എന്തായാലും കുമ്പളത്താമൺ ഒളികല്ല് പ്രദേശത്തെ ഗ്രാമവാസികൾക്കൊക്കെ തന്നെ ആശ്വാസം നൽകുന്നതാണ് വനം വകുപ്പിന്റെ ദൗത്യം വിജയിച്ചു എന്നുള്ള വാർത്ത തന്നെ. എന്തായാലും വളരെ വേഗത്തിൽ ഈ സ്ഥലത്തുനിന്നും കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കാരണം 1/2 കിലോമീറ്റർ ദൂരം നടന്നു പോകാൻ മാത്രം സൗകര്യമുള്ള ഇടത്തേക്കാണ് ഈ കൂട് എത്തിച്ചത്. വലിയ ഭാരമുള്ള കൂടാണ്. മണ്ണുമാന്തി യന്ത്രം കൂടി എത്തിച്ച ശേഷം മാത്രമേ ഇത് സ്മൂത്തായി ഇവിടെ നിന്നും വാഹനം എത്തുന്ന ഇടത്തേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം വനം വകുപ്പിന്റെ വടശ്ശേരിക്കര റേഞ്ച് ഓഫീസിലേക്ക് ഇതിനെ മാറ്റുകയാണ്. അതിനുശേഷം നിരീക്ഷണമായിരിക്കും. ഏതാനും മണിക്കൂറുകൾക്ക് നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി മെച്ചമാണ് എന്ന് കാണുന്ന പക്ഷം മാത്രമായിരിക്കും വനത്തിലേക്ക് തുറന്നുവിടുക. വന്യജീവി നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നു എന്നതിനാൽ തന്നെ സ്ഥിരമായി എത്തുന്നു എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത വനംവകുപ്പ് അധികൃതർ തള്ളിക്കളയുന്നില്ല. എന്തായാലും നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. ശേഷം മാത്രമായിരിക്കും തുറന്നുവിടുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. CK അഭിലാലാണ് പ്രദേശത്ത് നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കുറെ നാളുകളായിട്ട് ആ നാട്ടിലുള്ളവരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. വളർത്തു മൃഗങ്ങളെയൊക്കെ കടുവ പിടിക്കുന്നു, കൊന്നു തിന്നുന്നു, അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്തത്ര സാഹചര്യം, വലിയ ആശങ്കയാണ്. പക്ഷെ അതിനാണ് ഇപ്പോഴൊരു ആശ്വാസം ഉണ്ടായിരിക്കുന്നത്. കടുവ കൂട്ടിലായിട്ടുണ്ട്. അതിനെ അവിടെ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ്. ആ പ്രദേശത്ത് നിന്നും നീക്കുകയാണ്. അപ്പോൾ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകും. ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് കടുവ കൂട്ടിലാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് വടശ്ശേരിക്കര, പത്തനംതിട്ടയിലെ വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയാണ് ഇപ്പോൾ കടുവ കെണിയിൽ വീണിരിക്കുന്നത്. ആ പ്രദേശത്ത് നിന്നും ഇങ്ങനെ നീക്കി കുറച്ചപ്പുറത്താണ് വാഹന സൗകര്യമുള്ളത്. അപ്പോൾ അവിടെ വരെ എത്തിച്ച് അവിടെ നിന്നും റേഞ്ച് ഓഫീസിലേക്ക് മാറ്റിയതിനു ശേഷം ആരോഗ്യസ്ഥിതി നോക്കിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് ഇനി വനം വകുപ്പ് കടക്കാൻ പോകുക എന്നാണ് അല്പസമയം മുമ്പ് റേഞ്ച് ഓഫീസറും നമ്മളടുത്ത് പ്രതികരിച്ചത്. CK അഭിലാലായിരുന്നു ആ പ്രദേശത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.